ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഷിവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളത് ബാക്ക് ടു സ്കൂളിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിന്ന് എത്തിയിട്ടുള്ളത് പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കിലാണല്ലേ. അപ്പോൾ നമ്മൾ കുട്ടീസ് എല്ലാവരുമായിട്ട് ഒരുമിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇതിനെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹംനക്കുട്ടിയും മിൻഹക്കുട്ടിയും എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷോപ്പിങ്ങിന്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? രണ്ടുപേരും നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഹംനക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അവളും സ്കൂളിൽ LKGയിൽ പോകാൻ പോയില്ല. അപ്പോൾ അവളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഷോപ്പിങ്ങിന്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ കുട്ടികളെല്ലാവരെയും കൊണ്ടിട്ട് ഒത്തിരി ദൂരെയൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ തിരക്കൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാനായിട്ടുള്ള സമയം പോലും കിട്ടില്ല. മൊത്തം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ എന്താ മേടിക്കുകയും വന്നത് എല്ലാം മിസ്സാവും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് നമ്മൾ. തിരക്ക് തുടങ്ങുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ട്. കുറച്ച് സമാധാനമായിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ വന്നിട്ട് കുട്ടീസൊക്കെ വന്നിട്ട് സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കുന്നതിലല്ല കേട്ടോ. അവരുടെ കണ്ണ് മുഴുവനും അവരുടെ ആ ഒരു ഏരിയയിലോട്ടാണ്. ബബിൾസ്, ബലൂൺസ്, ടോയ്സ്, ആ ഒരു ഭാഗത്തോട്ടാണ്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. കുട്ടികളൊത്ത് നമ്മൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. സ്കൂൾ ഷോപ്പിങ്ങിന് ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവാനും മറന്നു പോകാനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ സിയാൻ കുട്ടനും കൂടെ ഉണ്ട് കേട്ടോ, അനിയത്തിയുടെ മോന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഷോപ്പിങ്ങിന് എത്തിയിട്ടുള്ളത്. അവന് ബാഗൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാഗ് അവന് സെലക്ട് ചെയ്തിട്ടുണ്ട്, സ്പൈഡർമാൻ്റെ റെഡ് ബാഗ്. അതാണ് അവന് ഇഷ്ടപ്പെട്ടത്. അതുകൂടാതെ തന്നെ ബോക്സ് ഒക്കെ നോക്കുന്നുണ്ട്, പൗച്ചസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെയും LKGയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവനും ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ച് ബാഗാണ് നോക്കുന്നത്. ലഞ്ച് ബാഗ് നമ്മൾ മാക്സിമം സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ ഇരിക്കുന്ന ആ ഒരു അളവിൽ വേണം നമ്മൾ ലഞ്ച് ബാഗ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒത്തിരി ചെറുതാവാനും പാടില്ല. നെക്സ്റ്റ് നോക്കുന്നത് പൗച്ചസ് ഒക്കെയാണ്. പൗച്ചസ് ഒരുപാട് വെറൈറ്റി പൗച്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒത്തിരി നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല. മാക്സിമം ഒരു ആവറേജ് ലെവലുള്ളതാണ്. ഹംനക്കുട്ടി നോക്കുന്നത് അവൾക്കൊന്നും മേടിക്കുന്നില്ലേ എന്നാണ്. നമ്മൾ ഓരോരുത്തരായിട്ട് മേടിച്ച് ഒതുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പൗച്ചസ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ബോക്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അവനും സ്പൈഡർമാൻ്റെ കറക്റ്റ് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ബാഗും സ്പൈഡർമാൻ്റെ ബോക്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവന് ഇഷ്ടമായി, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം സിയാൻകുട്ടൻ്റെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോക്സ്, പൗച്ചസ്, ബാഗ്, നോട്ട്ബുക്ക്, പെൻസിൽ, പിന്നെ സ്റ്റാപ്ലെയറിൻ്റെ പിന്നെ ഇതെല്ലാം മേടിക്കുന്നുണ്ട്. കംപ്ലീറ്റ് സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കുന്നുണ്ട്. ബുക്ക് പൊതിയാനായിട്ട് നമ്മൾ പേപ്പേഴ്സ് വാങ്ങിക്കുന്നുണ്ട്, കവർ പേപ്പേഴ്സ് വാങ്ങിക്കുന്നുണ്ട്, റോള്. നമ്മൾ കുറച്ച് അധികമായിട്ട് തന്നെ മേടിക്കുന്നുണ്ട്. നോട്ട്ബുക്കും ടെക്സ്റ്റും പൊതിയണമല്ലോ. പിന്നെ ബ്ലാക്ക് ഷൂ യൂണിഫോമിൻ്റെ. പിന്നെ സ്നാക്സ് ബോക്സ് ഇവിടെ നോക്കിയപ്പോൾ അവർ സ്റ്റോക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹംനക്കുട്ടിക്കും മിൻഹക്കുട്ടിക്കും ഇവിടെ നിന്ന് മേടിക്കുന്നില്ല. സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും വേറൊരു ഷോപ്പിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിയാൻകുട്ടിന് ഓൾറെഡി ലഞ്ച് ബോക്സ് ഉണ്ട്. സ്നാക്സ് ബോക്സ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ കുട്ടികളെയും കൂടെ കൊണ്ടുവന്ന് സ്നാക്സ് ബോക്സ് ഈ ഐറ്റംസ് ഒക്കെ മേടിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കും കൂടി അത് ഓപ്പൺ ആകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഈ ബോക്സ് ഐറ്റംസ് ഒക്കെ മേടിക്കാവും. അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അവരല്ലേ അത് ഫുഡൊക്കെ തുറന്ന് കഴിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പ് നോക്കുന്നുണ്ട്. നെയിം സ്ലിപ്പും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുട്ടികളൊക്കെ പല ഐറ്റംസിൽ നിന്ന് ഒരുപാട് ഐറ്റംസൊക്കെ വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാനും ഷോപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവരുടേതും കൂടെ കൺഫ്യൂസ് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളുടേത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹംനക്കുട്ടിക്ക് ബോക്സ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂണിക്കോണിൻ്റെ ബോക്സ് ഓൾറെഡി മിൻഹക്കുട്ടിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഹംനക്കുട്ടി കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അതാണ് നമ്മൾ ഹംനക്കുട്ടിയെ വാങ്ങിച്ചു. പിന്നെ ഒരു ക്യാപ്പ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണ് സംഭവം എന്നൊരു പിടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കർച്ചീഫ് മേടിക്കുന്നുണ്ട്. കുറച്ച് 5 പീസ് മേടിക്കുന്നുണ്ട്. കുറച്ച് അധികം മേടിക്കുന്നുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനൊക്കെ ഒത്തിരി ആവശ്യം വരും. പിന്നെ ബാഗ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹംനക്കുട്ടിക്ക് അവസാനം സെലക്ട് ചെയ്തിട്ടുള്ള ബാഗ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ്. കുട്ടികൾക്ക് എപ്പോഴും ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ഇട്ട് കൊടുത്ത് പാകമാണെന്ന് നോക്കിയിട്ട് വേണം ബാഗ് സെലക്ട് ചെയ്യാൻ. ഒത്തിരി വലുതാവാനും ഒത്തിരി ചെറുതാവാനും പാടില്ല. അവരുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള ബാഗ് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബാഗ് അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എനിക്ക് ആ ഒരു കളറും പാറ്റേണൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് നോക്കുന്നത് ലഞ്ച് ബാഗാണ്. ലഞ്ച് ബാഗ് ഞാൻ ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിനൊക്കെ ഉള്ളതാണ്. 200 സംതിങ് ഒക്കെ ആണുള്ളൂ ലഞ്ച് ബാഗിന്. ഇനി നമ്മൾ നോക്കുന്നത് റെഡ് ബോയും വൈറ്റും വേണം. അപ്പോൾ നമ്മൾ തലയിൽ വെച്ച് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലത് വയ്ക്കുമ്പോൾ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് പറയും കുറച്ച് സമയം കഴിയുമ്പോൾ. അതുകൊണ്ട് അവർക്ക് തല വേദനിക്കാത്ത രീതിയിലുള്ള ഐറ്റംസൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഏകദേശം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. ഞാൻ 1-2 ഷോപ്പിൽ കൂടി പോയി. അപ്പോൾ ഇവർക്ക് ലഞ്ച് ബോക്സ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹംനക്കുട്ടിയും മിൻഹക്കുട്ടിക്കും ലഞ്ച് ബോക്സ് തിരക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിൽട്ടൻ്റെയും സെല്ലോയുടെയും തന്നെ ഒത്തിരി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി കളക്ഷൻസാണ്. ഈ ഒരു ലഞ്ച് ബോക്സിന് 295 ആണ്. പിന്നെ ഇത് വന്നിട്ട് ലഞ്ച് ബാഗാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റൊക്കെ അടിപൊളി പ്രോഡക്റ്റൊക്കെയാണ് കേട്ടോ. മിൽട്ടൻ്റെ ഈ ബോട്ടിലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഹംനക്കുട്ടിക്ക് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഷോപ്പിൽ നോക്കി ഈ ഒരു പീസ് നമ്മുടെ ഓണർ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ വേറെയും ചോദിക്കുന്നുണ്ടായിരുന്നു വേറെ മോഡലുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലൂ കളർ ഹംനക്കുട്ടിയുടെ അടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാന്ന്. അപ്പോൾ അവൾക്കത് ഇഷ്ടമായില്ലെന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ അടുത്തൊന്നും ഒരിക്കലും ചോദിക്കരുത് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്കറിയില്ല അത് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നൊന്നും പറഞ്ഞിട്ട്. നമ്മൾ അവർക്ക് കംഫർട്ടായിട്ടുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അവൾക്ക് പെട്ടെന്ന് ബോട്ടിൽ തുറന്ന് വെള്ളം കുടിക്കുന്ന പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ അവൾക്കിത് ഈ ബോട്ടിലാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിപ്പോൾ മേടിക്കുന്നില്ല. മറ്റേ ബ്ലൂ ബോട്ടിൽ തന്നെയാണ് മേടിക്കുന്നത്. സ്കൂൾ പർച്ചേസിങ്ങിന് പോകുമ്പം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു പ്ലാനിങ്ങോടെ തന്നെ വേണം. നമ്മൾ ലഞ്ച് ബോക്സാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ലഞ്ച് ബോക്സ് ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് പക്ഷേ ഒരുപാട് ചെറുതായിപ്പോയി. പക്ഷേ അത്യാവശ്യം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈറ്റും ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ ഒരു പീസ് മേടിച്ച് കൊടുക്കുമ്പം. അത് കുറച്ച് ചെറുതുമാണ്. പക്ഷേ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഹംനക്കുട്ടിക്ക് ഇങ്ങനത്തെ മോഡലാണ് ഇഷ്ടപ്പെട്ടത്. പിങ്ക് ഷെയ്ഡും ഇതുപോലത്തെ ഡോളൊക്കെ വരുന്ന ടൈപ്പിൽ ബാർബിയുടെ ഫേസൊക്കെ വരുന്നതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമായത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു കുറേ എണ്ണം നോക്കി കേട്ടോ, കുറേ പീസ്. അപ്പോൾ ഈ ഒരു സെല്ലോടെ ഈ ഒരു ലഞ്ച് ബോക്സ് അവൾക്ക് ഇഷ്ടമായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത്. അവൾക്കും കറക്റ്റായിരിക്കും ഫുഡും കാര്യങ്ങളും അതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു സെപ്പറേറ്റ് ഒരു പോർഷനും കൂടെ ഉണ്ട്, നമ്മൾ കറികളോ കൂട്ടാനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സാണ് ഹംനക്കുട്ടിക്ക് മേടിച്ചിട്ടുള്ളത്. അവളെ വിട്ട് തന്നെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് മിൻഹയ്ക്കാണ്. മിൻഹയ്ക്കും ലഞ്ച് ബോക്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ, വലിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അത് മാറ്റി. അപ്പോൾ വേറെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സും കുറച്ച് വലിപ്പമാണ് കേട്ടോ. അവൾ ഒത്തിരി ഫുഡൊന്നും കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഇത് ഇത്തിരി പക്ഷേ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു മോഡൽ ടൈപ്പാണ്, സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ടൈപ്പുള്ള പാത്രമാണ് തിരക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഷെയ്ഡിലും ഒരുപാട് കളേഴ്സിൽ മോഡലിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പീസ് വന്നിട്ട് നമ്മൾ ചൂടോടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത അത്യാവശ്യം എന്താണ് ഒരു 800 സംതിങ് എന്തോ ഉണ്ട് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം, കൊള്ളാം. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ ഇത്രയും വെയിറ്റുള്ള പാത്രങ്ങൾ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു. വേറെ ഒരു മോഡലൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറുതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പക്ഷേ ഈ പിന്നെ കാണിച്ചു തരുന്നതെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രവും ഷെയ്ഡൊക്കെ കൊള്ളാം മോഡലൊക്കെ, പക്ഷെ അതും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ലഞ്ച് ബോക്സസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്തിട്ട്. അപ്പോൾ മിൽട്ടൻ്റെ ഒരു ലഞ്ച് ബോക്സ് നോക്കുന്നുണ്ട് ഇപ്പോൾ. മിൽട്ടൻ്റെ അത് ആണ് ഇപ്പോൾ ഒക്കെ നോക്കിയതിൽ അത്യാവശ്യം ചെറുതും ഞാൻ ഉദ്ദേശിച്ച അളവിലുള്ളതും അത്യാവശ്യം നല്ല പാത്രമാണ് കേട്ടോ ഈ ഒരു മോഡൽ. എനിക്കിതിഷ്ടമായി. കുറേ സമയം നിന്നിട്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ളത് സെലക്ട് ചെയ്ത് കിട്ടിയത്. നേരത്തെ നോക്കിയത് കുറച്ച് വലുതായിരുന്നു, പിന്നെ ഒത്തിരി ചെറുതായി പോയി. ഇതാണ് മിൻഹക്കുട്ടിക്ക് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ കഴിക്കുന്നത് നമുക്കല്ലേ അറിയാം. പിന്നെ 2 സ്നാക്സ് ബോക്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ക്രയോൺസ്, ഷാർപ്പനർ, പെൻസിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വെയിലാണ് നമ്മുടെ പർച്ചേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലേ കൂടി മേടിച്ചു കൊടുത്തു. കുറച്ച് വെറൈറ്റി പെന്നും പെൻസിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ സ്കൂളിൽ കൊടുത്തു വിടില്ല, ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.